നമ്മളിൽ എത്ര പേർ എത്ര തവണ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്? നമ്മളുടേതിനേക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ആവശ്യങ്ങൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. ഇത് ശരിയല്ല, ഈ ഒരു സ്വഭാവം നല്ലതല്ല എന്നറിയാമെങ്കിൽ പോലും നമ്മളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് നമ്മളുടെ നീഡ്സിനെ നിരാകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന എത്ര പേരുണ്ട് നമുക്ക് ചുറ്റും? ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പീപ്പിൾ പ്ലീസിങ്ങിനെ പറ്റിയിട്ടാണ്. പീപ്പിൾ പ്ലീസിങ് ചെയ്യുന്ന വ്യക്തികളുടെ ലക്ഷണങ്ങളും അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകളും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതും, എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാം എന്നുള്ളതുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ ഉള്ള വ്യക്തികൾക്ക് പലപ്പോഴും അവരുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഭയങ്കര ലോ ആയിരിക്കും. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ടൈമിനെ, അവരുടെ ഫാമിലി ടൈമിനെ ഒക്കെ ബാധിക്കുമെങ്കിൽ പോലും എക്സ്ട്രാ പ്രോജക്ട്സ് ആയാലും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ആയാലും എന്ത് തന്നെ നമ്മളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഈവൻ സ്ട്രേഞ്ചേഴ്സ് പറയുന്നതിനോട് പോലും നോ പറയാനായിട്ട് അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ നീഡ്സ് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പണി ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് പലപ്പോഴും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരുമോ, അവർ തന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഓഫീസിൽ അധിക സമയം വർക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വർക്ക് കൂടി ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നോ പറയാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് അവരുടെ ദൈനംദിന ജീവിതത്തെയോ അവരുടെ മീ ടൈമിനെയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ടൈമിനെയോ ഒക്കെ മോശമായി ബാധിക്കുമെന്ന് അറിഞ്ഞാൽ പോലും അവരത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ദേ സീക്ക് വാലിഡേഷൻ. അവർക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് മറ്റുള്ളവർ അവരെ പ്രേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വാല്യൂ നൽകുന്നത്, ആ ഒരു വാലിഡേഷനും പ്രേസും ഒക്കെ അവർക്ക് വളരെയധികം അനിവാര്യമാണ്. പലപ്പോഴും പങ്കാളികൾ തമ്മിൽ ഒരാൾക്ക് തീരെ അഭിപ്രായങ്ങളില്ലാണ്ട് പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി മാത്രം അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥ കാണാറുണ്ട്. ഇതും പീപ്പിൾ പ്ലീസിങ്ങിൽ പെടുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അവർ കോൺഫ്ലിക്റ്റുകൾ അവോയ്ഡ് ചെയ്യും. മാക്സിമം അവർ കോൺഫ്ലിക്റ്റുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു സംസാരം നടക്കുന്ന സമയത്ത് തനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ആ അഭിപ്രായം തുറന്ന് പറഞ്ഞാൽ അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുമോ എന്ന് ഭയന്നുകൊണ്ട് അവർ ആ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് അവരുടെ അഭിപ്രായം പറയാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തൻ്റെ തെറ്റല്ലെങ്കിൽ പോലും അതെല്ലാം തൻ്റെ തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രവണത, ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഓവറായിട്ട് അപ്പോളജൈസ് ചെയ്യുന്ന പ്രവണത, ഒരുപാട് കാര്യങ്ങൾ സന്തോഷം, സങ്കടം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. മനുഷ്യനാണ്, ഇതെല്ലാം നോർമലായിട്ടുള്ള ഇമോഷൻസ് ആണ്. സോ ഇതേലത്തെ ഇമോഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും ആ ഇമോഷൻസ് ഉണ്ടായാൽ അവരത് എക്സ്പ്രസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. കാരണം ആ ഒരു ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ഉണ്ടാവുന്ന സമയത്ത് അവർ സൈലന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും ഭയങ്കര കൃത്യതയോടെ ചെയ്തു തീർക്കാനായിട്ട് അവർ ശ്രമിക്കും. കാരണം ക്രിറ്റിസിസം അവർ ഭയക്കുന്നു. മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ക്രിറ്റിസിസം ഉണ്ടാവാതിരിക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഓവർ പെർഫെക്ഷനിസം അവരിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് അവരുടെ ഒരു സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവ സവിശേഷതകൾ കാണിക്കാനുള്ള കാരണം അവർക്ക് ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഫിയർ ഓഫ് ഫെയിലുവർ, ഫിയർ ഓഫ് റിജക്ഷൻ ഇതൊക്കെ വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ താൻ പെരുമാറിയില്ലെങ്കിൽ, താൻ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് നിന്നില്ലെങ്കിൽ തന്നെ അവർ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ താൻ അബാൻഡൻ ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ തനിക്ക് ആരും ഇല്ലാണ്ടാവുമോ എന്നുള്ള പേടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരുടെ ഒക്കെ നല്ല ബുക്കിൽ കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകൾ ഈ ഒരു രീതിയിലേക്ക് നമ്മളെ നയിക്കാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ പേരന്റിങ് സ്റ്റൈൽസ്, നമ്മുടെ പേരൻസ് കണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഇന്ന കാര്യം ചെയ്താൽ സ്നേഹമുണ്ട്, ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ സ്നേഹമില്ല എന്നുള്ള കണ്ടീഷണൽ ലവ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കുട്ടികളിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പേരന്റിങ് സ്റ്റൈൽ, അൺഅവൈലബിൾ ആയിട്ട്, ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പേരൻസ് ആണ് ഉള്ളത് എങ്കിൽ അവർ അഡൽട്ട്ഹുഡിലേക്ക് കടക്കുമ്പോൾ ഇതുപോലത്തെ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ
ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ കാണാനായിട്ട് സാധിക്കും. ഇത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് പലപ്പോഴും അവരുടെ മാനസികാരോഗ്യത്തെ വളരെ മോശമായിട്ട് ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു അന്തരം ഉണ്ടാകുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് ആണ് ആങ്സൈറ്റി ജനിക്കുന്നത്, അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാവാനുള്ള സാധ്യത. എന്ന് തീർത്ത് പറയുവാണെങ്കിൽ, നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് മറ്റൊരാളോട് തുറന്ന് സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഉത്കണ്ഠയുണ്ടാവും എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്ങനെ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് സ്വയം ഇതിൽ നിന്ന് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ, ഇതിനെപ്പറ്റി അവെയർ ആവുക എന്നുള്ളതാണ്. തനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നല്ലതല്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും തനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ ഇതിന്റെ റൂട്ട് കോസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ഫിയർ ഓഫ് ഫെയിലിയർ ആണോ? ഫിയർ ഓഫ് റിജക്ഷൻ ആണോ? അല്ലെങ്കിൽ നമ്മുടെ ഉത്കണ്ഠയാണോ? നമ്മളുടെ വിഷാദമാണോ? എന്താണ്? നമ്മുടെ പേടിയാണോ? എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയാൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ്. അതുപോലെ നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് മടി കാണിക്കാതിരിക്കുക. നമ്മൾ ഒരു കാര്യം ഒരാളോട് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, ഏത് രീതിയിൽ പറയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? ഇതിനകത്ത് ഏത് രീതിയിൽ പറയണം എന്നുള്ളത് മാത്രമാണ് നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ട്. എവിടെ, എങ്ങനെ, എപ്പോൾ എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെ ആരോട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് വലിയ പാടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏത് രീതിയിൽ അത് അവതരിപ്പിക്കണം എന്നുള്ളതാണ് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സഹായിക്കും. അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. അതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയും കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഒരാളോട് അസർട്ടീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് അഗ്രസീവായിട്ടുമല്ല സബ്മിസീവായിട്ടുമല്ല, അതിൻ്റെ ഇടയിലുള്ള അസർട്ടീവായിട്ട് നമുക്ക് എങ്ങനെ ഒരാളോട് നല്ല രീതിയിൽ നോ പറയാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതിനെപ്പറ്റി കൂടുതൽ വായിക്കാനും, അല്ലെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കാനും, അത് പ്രാക്ടീസ് ചെയ്യാനും, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബൗണ്ടറീസ്, ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് നമുക്ക് ഓരോരുത്തർക്കും വേണം. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്, ഏത് പടിയിൽ വെച്ചാണ് നമ്മൾ നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. സോ നമുക്കത് സ്വയം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടാം. ജനറലി നമുക്ക് ഇവിടെ വെച്ച് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സോ ഒരു വീഡിയോയിലൂടെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ സ്വയം ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടാനായിട്ട് മടി കാണിക്കാതിരിക്കുക. സോ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അടുത്തത്, സെൽഫ് വാലിഡേഷൻ പ്രാക്ടീസ് ചെയ്യുക. മറ്റുള്ളവരുടെ വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രേസ് ചെയ്യാനായിട്ട്, മറ്റുള്ളവർ അപ്രൂവ് ചെയ്താലേ, പ്രേസ് ചെയ്താലേ നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് വരുള്ളൂ എന്നൊരവസ്ഥയിൽ നിന്നും നമുക്ക് നമ്മളുടെ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും നമ്മളുടെ കാര്യങ്ങളിലെ പറ്റിയിട്ടും നമുക്കൊരു സെൽഫ് വാലിഡേഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പറയാൻ എളുപ്പമാണെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്, അറിയാം. പക്ഷെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. സോ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്ന സമയത്ത്, കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അത് ഹെൽത്തി കോൺഫ്ലിക്ട്സ് ആണ് കേട്ടോ, അല്ലാതെ വലിയ അടി, ബഹളം, വഴക്ക്, പ്രശ്നങ്ങൾ, അൺഹെൽത്തി ആയിട്ടുള്ള കോൺഫ്ലിക്ട്സിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഹെൽത്തി കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു ബന്ധത്തിലും ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ, ആ കോൺഫ്ലിക്ട്സിനെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ അത് അവോയ്ഡ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ഒരു വളർച്ചയിലേക്കുള്ള ഒരു വഴിയായിട്ട് നമ്മൾ കോൺഫ്ലിക്ട്സിനെ കാണാനായിട്ട് ശ്രമിക്കുക. കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യുകയല്ല, മറിച്ച് ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയാണ് ആവശ്യം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു
ഈ ഒരു പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് വന്നത് എന്നുള്ളതിനേക്കാൾ പ്രധാനം എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാം എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടായിക്കോട്ടെ, അത് നമ്മുടെ പേരന്റിങ് സ്റ്റൈൽ കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നം കൊണ്ടായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തുകൊണ്ടായിക്കോട്ടെ, നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് സാധിക്കും എന്ന് ഞാൻ അടിവരയിട്ട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം അത് സാധിക്കാത്ത ഒരു കാര്യമല്ല, തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ബേബി സ്റ്റെപ്സ് ഇന്ന് തന്നെ തുടങ്ങാനായിട്ട് ശ്രമിക്കുക.